ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഗൂഗിൾ ആഡ്സിൻ്റെ പോളിസീസിനെ കുറിച്ചാണ്. അഥവാ ഏതൊക്കെ നമ്മൾ പരസ്യം ചെയ്യാം, എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ 4 കാറ്റഗറിയാണ് വരുന്നത്. ഒന്ന്, പ്രൊഹിബിറ്റഡ് കണ്ടൻറ്റ്, ഒരിക്കലും നിങ്ങൾക്ക് പരസ്യം ചെയ്യാൻ പറ്റാത്ത കണ്ടൻറ്റുകൾ. പിന്നെ പ്രൊഹിബിറ്റഡ് പ്രാക്ടീസസ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത പ്രാക്ടീസസ്, അഥവാ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പരസ്യം ചെയ്യാൻ പറ്റിയ ഒരു കണ്ടൻറ്റ് ആണെങ്കിലും നിങ്ങൾക്കത് ഈ ഒരു വേ ഓഫിൽ ചെയ്യാൻ പറ്റാത്ത. പിന്നെ റെസ്ട്രിക്റ്റഡ് കണ്ടൻറ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് പരസ്യം ചെയ്യാം, പക്ഷേ ലിമിറ്റഡ് ആണ്. പിന്നെ ടെക്നിക്കലായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് ഇത്രയാണ് വരുന്നത്. സോ ആദ്യമായിട്ട് പ്രൊഹിബിറ്റഡ് കണ്ടൻറ്റ്, നിങ്ങൾക്ക് പരസ്യം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. നിങ്ങൾ വേറൊരു കമ്പനിയുടെയോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനത്തിൻ്റെയോ ആയിട്ടുള്ള ട്രേഡ് മാർക്കോ ലോഗോ ഒക്കെ യൂസ് ചെയ്തിട്ട് പറ്റിക്കുന്ന ഇങ്ങനെയുള്ള കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡ്യൂപ്ലിക്കേറ്റുകൾ എന്നൊക്കെ പറയാം. ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പരസ്യം ചെയ്യാൻ പറ്റില്ല. പിന്നെ ഡേഞ്ചറസ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അപകടകരമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ, ഡ്രഗ്സ് ആവാം, എന്തും ആവാം. അപ്പോൾ അങ്ങനത്തെ, പിന്നെ വെപ്പൺസ്, തോക്കുകൾ, ബോംബുകൾ, അങ്ങനത്തെ ഡേഞ്ചറസ് ആയിട്ടുള്ള, അപ്പം ഇനി എന്തിനാവശ്യത്തിനാണെങ്കിലും അപകടകരമായിട്ടുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പരസ്യം ചെയ്യാൻ പറ്റില്ല. പിന്നെ ആളുകളെ അപമാനിക്കുന്ന രൂപത്തിലുള്ള സംഭവങ്ങൾ, ഹാക്കിംഗ് സോഫ്റ്റ്വെയറുകൾ, അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ഓക്കെ. പിന്നെ ഫേക്ക് ഡോക്യുമെൻ്റ്, നിങ്ങൾക്ക് ഫേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. പിന്നെ അടുത്തതാണ് മോശമായിട്ടുള്ള കണ്ടൻറ്റുകൾ, ഓക്കെ. ഷോക്കിംഗ് കണ്ടൻറ്റുകൾ, ആളുകളെ വെറുപ്പ് ഉണ്ടാക്കിപ്പിക്കുന്ന, മറ്റുള്ളവരെ മോശമായിരിക്കുന്ന, ഡിസ്ക്രിമിനേഷൻ, വയലൻസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അതിലൊന്ന് വന്നാൽ മതി. ഡിസ്ക്രിമിനേഷൻ എന്നൊക്കെ പറയുമ്പോൾ പലതും വരും കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് പല പരസ്യങ്ങളിലും ഡിസ്ക്രിമിനേഷൻ വരാം. ഇപ്പോൾ ഈ സ്ത്രീകളെ മാത്രം ആവശ്യമുണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ അവിടെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ വന്നു. അങ്ങനത്തെ ചില പരസ്യങ്ങൾ അതൊക്കെ പെട്ടെന്ന് ബ്ലോക്ക് ആയിക്കോണമെന്നില്ല, പക്ഷേ ശ്രദ്ധിക്കുക. അപ്പോൾ നിസ്സാരമായ പലതും ഡിസ്ക്രിമിനേഷൻ്റെ ഭാഗമായിട്ട് വരും. ഈ ഹയറിംഗ് പോസ്റ്ററിൽ നല്ല റിജക്റ്റ് അടിക്കാറുണ്ട്. അത് ഗൂഗിളിൽ അത്രത്തോളം ചെയ്യാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല, എങ്കിലും ശ്രദ്ധിക്കാം. പിന്നുള്ളതാണ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്നിട്ട് മറ്റ് ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടുപോവുക, റീഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോവുക, ട്രിക്ക് ചെയ്തിട്ട് ആളുകളെ കൊണ്ടുവന്നിട്ട്, അഥവാ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരും, ഓട്ടോമാറ്റിക്കലി പുതിയ വെബ്സൈറ്റിലേക്ക് പോവുക. അങ്ങനെ പലതും അവരുടെ ഇത് ചെയ്യാതെ അവരുടെ ഇപ്പോൾ പേയ്മെൻ്റൊക്കെ ഓട്ടോമാറ്റിക്കലി പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്ന് പേ നൗ ആയിട്ട് പോവാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അഥവാ ആളുകളെ ഒക്കെ എക്സാക്ട് ചെയ്തായിരിക്കും, പക്ഷേ ആളുകൾ ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക് സിസ്റ്റം ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യുക, ഡാറ്റ കളക്ഷൻസ്, അഥവാ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റകൾ കൃത്യമായിട്ട് എന്ത് പർപ്പസിനാണോ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം, ഓക്കെ. അൺക്ലിയർ പർപ്പസ് ആവാൻ പാടില്ല. പിന്നെ സെക്യൂർ ആയിരിക്കണം ഡാറ്റകൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇനി പേഴ്സണൽ അഡ്വർടൈസിങ്, എസ്പെഷ്യലി ഇതിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ പേജ് കൊടുക്കാൻ പറയലുണ്ട്. അപ്പോൾ മാക്സിമം അത് കൊടുക്കാൻ ശ്രമിക്കുക. ഇൻ കേസ് ഫ്യൂച്ചറിൽ ഒരു കേസോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവും. ഇല്ല സിമ്പിൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനൊക്കെ ആണെങ്കിൽ അത് ബുദ്ധിമുട്ടില്ല, എങ്കിലും ശ്രദ്ധിക്കുക. എപ്പോഴും ഒരു വെബ്സൈറ്റിൽ ഓരോ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രൈവസി ആൻഡ് പോളിസി ഉണ്ടാക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. മിസ് റെപ്രസെൻറ്റേഷൻ, അഥവാ മറ്റുള്ള കമ്പനികളുടെ പേരിൽ നമ്മൾ പരസ്യം ചെയ്യുക, നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കുക, നമ്മൾ പരസ്യം ചെയ്യാം, പലതും ആവാം, ബില്ലിങ് കാര്യങ്ങൾ എന്തും ആവാം, ഓക്കെ. പിന്നെ അൺറിയലിസ്റ്റിക് ക്ലെയിംസ് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മോഹന വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുക എന്ന് പറയും. 100% ജോലി,
100% നിങ്ങൾക്കത് 100% പൈസ തിരിച്ചു കിട്ടും, ലാഭം ഇങ്ങനത്തെ ഉള്ള. പിന്നെ ഫിഷിങ് പറയുന്നുണ്ട്, മറ്റ് വെബ്സൈറ്റുകളുടെ പോലെ തന്നെ നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ റെസ്ട്രിക്റ്റഡ് കണ്ടൻറ്റുകൾ, അതിൽ റെസ്ട്രിക്ഷൻസ് ഉള്ള കണ്ടൻറ്റുകളാണ്. അത് സെക്ഷൽ കണ്ടൻറ്റുകളിൽ റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട്. അഥവാ നിങ്ങൾ മാക്സിമം അങ്ങനത്തെ കണ്ടൻറ്റുകൾ യൂസ് ചെയ്യാതിരിക്കലാണ് ബെറ്റർ. ഹുക്കപ്പ്, ഡേറ്റിംഗ് ആപ്പുകൾ, സെക്സ് ടോയ്സ്, സെക്ഷലി സജസ്റ്റീവ്, ലൈവ് ചാറ്റ് ആൻഡ് മോഡ്, സെക്ഷലൈസ്ഡ് പോസസ്, ഇതൊക്കെ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കും. അഥവാ പരസ്യം റിജക്റ്റ് ചെയ്യാൻ വളരെയധികം സാധ്യതയുണ്ട്. പിന്നെ ആൽക്കഹോളിക് റിലേറ്റഡ് ആയിട്ടുള്ള അതന്നെ പല കൺട്രികളിലും പല നിയമങ്ങളാണ് പരസ്യം ചെയ്യുന്നില്ല. ഇപ്പോൾ ഇന്ത്യയിലൊന്നും ആൽക്കഹോളിക് ആയിട്ടുള്ള സാധനങ്ങളുടെ പരസ്യങ്ങൾ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ചില കൺട്രികളിൽ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയാണ് അത് വരുന്നത്. പിന്നെ കോപ്പിറൈറ്റ് ആയിട്ടുള്ള കണ്ടൻറ്റുകളൊന്നും നമ്മളുടെ ഈവൻ വേർഡ്സ് പോലും അത് ബാധിക്കാറുണ്ട്. ട്രേഡ് മാർക്കുള്ള വേർഡ്സുകൾ ഉണ്ടെങ്കിൽ അത് റിജക്ഷൻ അടിക്കാറുണ്ട്. ഇനി പല വെബ്സൈറ്റുകളിൽ നിങ്ങൾ കോപ്പി അടിക്കുകയാണെങ്കിൽ അവരത് റിജക്റ്റ് ചെയ്ത് മറ്റൊരു വെബ്സൈറ്റിലെ ഡാറ്റയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ റിജക്റ്റ് ചെയ്യാറുണ്ട് പലപ്പോഴും. ഈ കീവേഡിൽ പോലും, കീവേഡ് മീൻസ് അഡ്വർടൈസിങ്ങിൻ്റെ ഹെഡ്ലൈനിലും ഇതിൽ പോലും ഇത് റിജക്റ്റ് അടിക്കാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ ഗെയിംസ്, ഗാംബ്ലിങ് പോലെയുള്ള സംഭവങ്ങളിലും കൂടുതൽ മാക്സിമം നിങ്ങൾ ഈ റെസ്ട്രിക്റ്റഡ് കണ്ടന്റുകളിൽ പരസ്യം ചെയ്യാതിരിക്കണം നല്ലത്. പക്ഷേ പരസ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, കാരണം ഗൂഗിളിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള, കാരണം ഫേസ്ബുക്കിലൊക്കെ ഇത് വളരെ റെസ്ട്രിക്ഷൻ. അപ്പോൾ ഗൂഗിളാണ് ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള സ്ഥലം. അപ്പോൾ അവിടെ പരസ്യം ചെയ്യാനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മറ്റേതൊരു ഇതിൻ്റെ ആണെങ്കിലും ഗെയിംസും ഗാംബ്ലിങ്ങും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ആൻഡ് മെഡിസിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഗൂഗിളാണ്. സോ അതിൽ തന്നെ നിങ്ങൾ റെസ്ട്രിക്റ്റഡ് ആയിട്ട് കൃത്യമായിട്ട് പഠിക്കുക. മറ്റ് ഹെൽത്ത് കെയർ സ്ഥാപനങ്ങൾക്ക് വേണ്ടി മറ്റ് കമ്പനികൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ AI പോലെയുള്ളവയോട് നിങ്ങൾക്ക് ചോദിച്ചിട്ട് പഠിക്കാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഹെൽത്ത് കെയർ മെഡിസിന് പരസ്യം ചെയ്യുമ്പോൾ എന്നുള്ളത്. ലാൻഡിംഗ് പേജിൽ എന്തൊക്കെ കൊടുക്കാവോ, എന്തൊക്കെ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ പൊളിറ്റിക്കൽ കണ്ടൻറ്റുകൾ, അത് നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ഞാൻ പറയുന്ന നിയമങ്ങളൊക്കെ നമ്മുടെ ലാൻഡിംഗ് പേജിനും ബാധകമാണ്. ജസ്റ്റ് പരസ്യത്തിന് മാത്രമല്ല, ലാൻഡിംഗ് പേജിനും ഒരുപോലെ ബാധകമാണ്. സോ പൊളിറ്റിക്കൽ കണ്ടൻറ്റുകളിലും എന്തുണ്ട്, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പിന്നെ ദിസ് പോളിസി ഇൻക്ലൂഡ് ലീഗലി മാൻഡേറ്റഡ് റെക്ഷൻ സൈലൻസ്ഡ് പീരിയഡ്, അഥവാ നമുക്ക് കുട്ടിക്കലാശം കഴിഞ്ഞിട്ടുള്ള സമയം എന്നൊക്കെയാണ് അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ മാക്സിമം നിങ്ങൾ ഇൻ കേസ് നിങ്ങൾ അങ്ങനെ ഒരു ബിസിനസ്സിലാണ് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഫ്രീലാൻസൊക്കെ എഴുതുമ്പോൾ നല്ല ശ്രദ്ധിക്കുക. ഓക്കെ. പിന്നെ ഫിനാൻഷ്യൽ സർവീസസ് എല്ലായ്പ്പോഴും ഒരു ഇഷ്യൂ വരുന്ന ഒരു ഏരിയയാണ്. ഏറ്റവും കൂടുതൽ ട്രാപ്പുകളും പറ്റിക്കലും ഒക്കെ നടക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് ഭയങ്കര റെസ്ട്രിക്ഷൻസും. പക്ഷേ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. പഠിച്ചു കഴിഞ്ഞാൽ അതിന് ഓരോന്നിലും ഓരോ പോളിസിയാണ്. ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി റിലേറ്റഡ് വെബ്സൈറ്റ് ആണെങ്കിൽ അങ്ങനെ എന്താണോ ആ റിലേറ്റഡ് വെബ്സൈറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാം. അപ്പോൾ പിന്നെ ട്രേഡ് മാർക്കറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, യൂസ് ചെയ്യാതിരിക്കുക. ഓക്കെ. മാക്സിമം യൂസ് ചെയ്യാതിരിക്കുകയാണ്. റിജക്റ്റ് വന്നിട്ട് പിന്നെ അക്കൗണ്ട് പോകുന്ന സിറ്റുവേഷനിലേക്ക് പോകാതിരിക്കലാണ് നല്ലത്. ഓക്കെ. ഇത്രയാണ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ ഒരു കാര്യങ്ങൾ നിങ്ങളെപ്പോഴും പരസ്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇതേ റൂൾസാണ്. നിങ്ങൾ ഫേസ്ബുക്കിൻ്റെ പഠിച്ച ഏകദേശം ഗൂഗിളിൻ്റെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവരൊക്കെ ഏകദേശം സെയിം അല്ലെങ്കിൽ അമേരിക്കയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ കീഴിലാണ് ഈ കമ്പനികൾ വരുന്നത്. അപ്പോൾ അവരുടെ റൂൾസൊക്കെ ഏകദേശം സെയിമാണ് ഫേസ്ബുക്കിൻ്റെയും ഗൂഗിളിൻ്റെയൊക്കെ.